ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൃഷ്ണാസ് സ്റ്റോറി ടൈം. ശ്രീകൃഷ്ണ ഭഗവാനാൽ അനുഗ്രഹീതരായ എല്ലാ സജ്ജനങ്ങൾക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ്, പുനലൂർ. ഓഡിയോ കൃഷ്ണകുമാരി. ഇന്ന് നമുക്ക് പ്രദ്യുമ്ന ജനനം ആണ് വായിക്കുവാനുള്ളത്. അതിനു മുൻപായി കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പ്രദ്യുമ്ന ജനനം. ബലരാമൻ്റെയും കേശവൻ്റെയും വിവാഹങ്ങൾ കഴിഞ്ഞതോടെ ദ്വാരകയിൽ എവിടെയും ഐശ്വര്യം കളിയാടി, മഞ്ഞിൽ നന്മ വിളയാടി. കുശസ്ഥലി ദ്വാരകയോട് ലയിച്ചു. രേവതിയുടെ പിതാവ് ഹിമതടത്തിലേക്ക് തപസ്സിന് പുറപ്പെട്ടു. അച്ഛൻ്റെ വേർപാട് രേവതിക്ക് താങ്ങുവാനായില്ല. അവൾ നിശബ്ദം കരഞ്ഞു. മകളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു, മകളെ, കർമ്മങ്ങൾ തീർത്തതിൽ അച്ഛൻ്റെ ഹൃദയം ആഹ്ലാദം കൊള്ളുകയാണ്. അനുയോജ്യനും ധീരനുമായ ഒരു ഭർത്താവിനെയാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ആനന്ദത്തോടെ വസിക്കുക. ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയ പിതാവ് രേവതിയെ ആശ്വസിപ്പിച്ച് മല കയറുവാൻ മനസ്സ് ദൃഢമാക്കി നടന്നു. ദ്വാരകയിൽ രുക്മിണിയുടെ ജീവിതം തിരക്കുള്ളതായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും മാധവനെ കാണുവാൻ എത്തുന്നവർ, പലതരം ജനങ്ങൾ. അവരുടെ ആതിഥേയത്വം തന്നെ നല്ലൊരു ജോലിയായി. അതിഥികൾ ദേവന്മാരാണെന്ന തത്വം ദ്വാരകയിൽ അക്ഷരം പ്രതി പാലിച്ചിരുന്നു. എല്ലാവർക്കും തുല്യമായ ഭക്ഷണം, വിശ്രമം, കർമ്മം എന്നിവ ദ്വാരകയിൽ നിഷ്ഠയോടെ നൽകിയിരുന്നു. എല്ലാ കാര്യത്തിലും കേശവൻ്റെ നയനങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കേശവനോട് രുക്മിണി ചോദിച്ചു, ദേവാ, എല്ലാം അറിയുന്നവനാണല്ലോ അങ്ങ്. ഞാനൊരു സന്ദേഹം ചോദിച്ചാൽ ശരിയായ ഉത്തരം തരുമോ? തീർച്ചയായും, ഭവതി ചോദിക്കുകയേ വേണ്ടൂ. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? രുക്മിണിയുടെ ഉള്ളറിഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കേശവൻ പറഞ്ഞു, ദേവി, ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ അഭിലാഷം അമ്മയാകുക എന്നത് തന്നെയാണ്. മാതൃത്വം സ്ത്രീയുടെ ജന്മമോഹമാണ്. ഞാനും ഒരു സ്ത്രീയാണ്. എനിക്കും അമ്മയാകുവാൻ ആഗ്രഹമുണ്ട്. പ്രിയേ, മാതൃത്വം സ്ത്രീയെ ധന്യയാക്കുന്നു. നിന്റെ ആഗ്രഹം ഒരിക്കലും തെറ്റല്ല. നിന്നിലുണ്ടാകുന്ന പ്രഥമ പുത്രൻ ശ്രേഷ്ഠനും ധീരനുമായിരിക്കും. കാമവൈരിയായ പരമേശ്വരൻ്റെ അനുഗ്രഹം നിന്റെ മാതൃത്വത്തിൻ്റെ പരിപൂർണതയ്ക്ക് ആവശ്യമാണ്. ഞാൻ ശിവനെ പ്രീതിപ്പെടുത്തി നിന്നിൽ അനുഗ്രഹം ചൊരിയുന്നതാണ്. പ്രിയതമയെ ഇങ്ങനെ സ്വാന്തനിപ്പിച്ചതിനു ശേഷം കേശവൻ പ്രഭാതത്തിൽ തന്നെ യാദവ നേതാക്കളെ വിളിച്ചുകൂട്ടി. ഉഗ്രസേന മഹാരാജാവും ഉദ്ധവനും സാത്യകിയും എത്തി. ബലരാമനും വസുദേവരും യാദവ നേതാക്കളെ കേശവൻ വിളിച്ചതിൻ്റെ കാരണമറിയുവാൻ എത്തിച്ചേർന്നു. എല്ലാവരും മനോഹരമായ സഭാമണ്ഡപത്തിൽ ഉപവിഷ്ടരായി. കേശവൻ എല്ലാവരെയും ആദരിച്ചതിനു ശേഷം പറഞ്ഞു, യാദവ പ്രഭുക്കളെ, ഒരു ആഗ്രഹം പറയുവാനാണ് നിങ്ങളെ വിളിച്ചുകൂട്ടിയത്. ഏറെ നാളായി ഞാൻ അഭിലഷിക്കുന്ന ഒന്നാണ് ഹിമാലയ തടത്തിലുള്ള ബദരികാശ്രമം വരെ പോകണമെന്നത്. നരനാരായണ മൂർത്തികളെ ദർശിച്ച് പുണ്യം നേടുന്നത് നല്ലതാണ്. ദ്വാരകയുടെ ഭരണത്തിന് നിങ്ങൾ ഏക മനസ്സോടെ നിൽക്കുകയും വേണം. ദ്വാരക ഇന്നും പൂർണ്ണമായി ശത്രുമോചകമായെന്ന് പറയുവാനാവുകയില്ല. അതുകൊണ്ട് കാവൽ വളരെ കരുതേണ്ടതാണ്. ഭരണം നടത്തുന്ന ആളിൻ്റെ ബലം പ്രജകളാണ്. പ്രജകളുടെ നിഷ്പക്ഷമായ മനസ്സാണ്. ധർമ്മകാര്യങ്ങൾക്ക് വിലോപം ഉണ്ടാവരുത്. പ്രതിലോമ ചിന്തകൾ അരുത്. അനീതിയെ ചെറുക്കണം. നീതി പുലർത്തുകയും വേണം. കേശവൻ ഗർഗാചാര്യൻ്റെ സമീപത്തെത്തി.
ആചാര്യനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ആചാര്യ, ബദരി വഴി കൈലാസത്തിലേക്ക് പോകേണ്ടുന്ന ഒരാവശ്യം വന്നു ചേർന്നിരിക്കുന്നു. ഇന്ന് സായാഹ്നത്തിൽ തന്നെ ഞാൻ പുറപ്പെടുകയാണ്. അങ്ങ് അനുഗ്രഹിക്കണം. ഗർഗൻ പറഞ്ഞു, മാധവ, നല്ലതാണ് ഈ യാത്ര. ഹിമാലയ തടത്തിലൂടെയുള്ള സഞ്ചാരം കുളിരുപ്പാകും, ആത്മാവിന് മോക്ഷം തരും. മാധവൻ ഗർഗനോട് യാത്ര ചോദിച്ച് കൊട്ടാരത്തിലെത്തി. അന്ന് സായാഹ്നത്തിൽ തന്നെ കേശവൻ ഹിമാലയത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഹിമവൽ തടത്തിലേക്കുള്ള സഞ്ചാരം ആഹ്ലാദകരമാണ്. മറ്റു ചിന്തകൾ വെടിഞ്ഞ് ഏകമായ മനസ്സുമായുള്ള യാത്ര, ഗംഗയുടെ നെറുകയിലേക്കുള്ള ഗമനം. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മാധവൻ ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തെത്തി. ഹിമാലയം നിശബ്ദനായി ഗാംഭീര്യം വിടാതെ നിൽക്കുന്ന കാഴ്ച കേശവൻ നോക്കി നിന്നു. നീരുറവയായി ഗംഗ അവിടെ ഉണരുന്നു. ശിവന്റെ ജടയിൽ നിന്നും പതിച്ച ഭാഗീരഥി അവിടെ നയനങ്ങൾ തുറക്കുന്നു. മഞ്ഞടരുകളിൽ മുത്തമിട്ട് പുഞ്ചിരിച്ച് മഞ്ഞിൻ്റെ ഹൃദയവാഹിനിയായി ഗംഗ താഴേക്കൊഴുകുന്നു. പാപനാശിനിയായി, പുണ്യചരിതയായി, ജാഹ്നവി മൃദുപദവിന്യാസയായി നൃത്തം വെച്ചു പോകുന്നു. ആ കാഴ്ച ആർക്കും ഹരമേകും. കേശവൻ ഗംഗയിലിറങ്ങി. ഗോപികാരമണനെ ബഹുമാനിച്ച് ഗംഗ നിശ്ചലം നിന്നു. ആരോ മുരടനക്കുന്ന ശബ്ദം കേട്ട് മാധവൻ തിരിഞ്ഞു. നരകയറിയ തലയും മഞ്ഞൻ നിറമാണ്ട താടിയുമായി ഒരു വൃദ്ധൻ നിൽക്കുന്നു. പക്ഷേ ജരബാധിക്കാത്ത കവിളുകൾ അരുണാഭമാണ്. മാധവൻ വന്ന വിവരമറിഞ്ഞ് സ്വാഗതമോതുവാൻ എത്തിയ ഹിമാലയൻ ആണത്. കേശവൻ ഹിമാലയൻ്റെ സമീപം എത്തി. ഹിമാലയൻ കൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. കേശവൻ പെട്ടെന്ന് പുറകോട്ട് മാറി ചോദിച്ചു, എന്താ ഇത്? പ്രായത്തിൻ്റെ വ്യതിയാനം വളരെ കൂടുതലല്ലേ? അങ്ങ് എന്നെ നമസ്കരിക്കുകയോ? ഹിമാലയൻ തൊഴുകയോടെ പറഞ്ഞു, പ്രായമോ? അങ്ങയുടെ പ്രായം അറിയുവാൻ കാലത്തിന് കഴിയുമോ? മഞ്ഞിന് കഴിയുമോ? വിണ്ണിനാവുമോ? ബ്രഹ്മാണ്ട കോടികൾക്കാവുമോ? പ്രഭോ, ഇന്നലെ വടക്കേ ദിശയിൽ ഉയർന്ന ഞാൻ നാളെ സമതലമാവേണ്ടവനാണ്. പ്രായത്തിൽ ഞാൻ എത്ര ചെറുപ്പം! ഈ യുഗത്തിൻ്റെ സന്തതി. എൻ്റെ ഹൃദയതടത്തിൽ അങ്ങയുടെ മൃദുപാദങ്ങൾ പതിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജീവൻ മുക്തി നേടി. വിശ്വനാഥൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹിമാലയൻ, താങ്കൾ സത്യമറിഞ്ഞിരിക്കുന്നു, മിഥ്യ മാഞ്ഞിരിക്കുന്നു. എങ്കിലും ലോകഗതി അനുസരിച്ച് കർമ്മങ്ങൾ നടക്കട്ടെ. ഞാൻ ബദരികാശ്രമത്തിലേക്കുള്ള യാത്രയിലാണ്. അതുവഴി കൈലാസം വരെ പോകണം. ഹിമാലയൻ പറഞ്ഞു, ഞാനും ബദരികാശ്രമത്തിലേക്ക് വരാം. നരനാരായണന്മാരെ എനിക്കും കാണേണ്ടതുണ്ട്. മഞ്ഞിൻ്റെ പുതപ്പണിഞ്ഞ ഹിമാലയ തടത്തിലൂടെ മാധവൻ ബദരികാശ്രമത്തിലെത്തി. കുറച്ചു ദിവസം കേശവൻ അവിടെ തങ്ങി. നാരദാദികൾ എത്തി കേശവനെ വണങ്ങി. കമനീയ ദിവ്യ ആകൃതിയോടു കൂടിയ കൊണ്ടൽനേർ വർണ്ണനെ കണ്ട് അവിടെ തപസ്സു ചെയ്തിരുന്ന മഹർഷിമാർ ഗോകുലേശ്വരൻ ആണ് ഇതെന്ന് അറിഞ്ഞ് ശിരസ് നമിച്ചു. ദർശനം കാക്ഷിച്ച് വത്സരങ്ങളായി തപമനുഷ്ഠിച്ചിരുന്ന സന്യാസിമാർക്ക് വിശ്വരൂപൻ മോക്ഷം നൽകി. അനുഗ്രഹം സിദ്ധിച്ച മഹർഷിമാർ ഹോമയഷ്ടി പോലെ വൈകുണ്ഠത്തിലേക്ക് ഉയർന്നു. ബദരികാശ്രമത്തിൽ ഏതാനും നാൾ കേശവൻ വസിച്ചു. മഹർഷിമാർ മാധവനെ കണ്ട് ധന്യരായി. കുറച്ചു ദിവസങ്ങൾ അവിടെ പാർത്ത ശേഷം വിശ്വനാഥൻ കൈലാസത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി. കേശവൻ ഗരുഡനെ ധ്യാനിച്ചു. ആകാശത്ത് മേഘമാലകളെ വകഞ്ഞുമാറ്റി ശക്തനായ ഗരുഡൻ പറന്നു വന്നു. ചിറകടിയുടെ ശക്തിയിൽ ഹിമാലയം കുലുങ്ങി. മഞ്ഞടർന്ന് നദികളിൽ ജലമുയർന്നു. ഗരുഡനെ താങ്ങുവാൻ ഹിമാലയന് നന്നേ പാടുപെടേണ്ടി വന്നു. ഈ സമയത്ത് ഏതാനും മഹർഷിമാരും വിബുധന്മാരും യക്ഷഗന്ധർവ കിംപുരുഷ ചാരണന്മാരും അവിടെ എത്തി. അഷ്ടദിക്പാലന്മാരും വിരിഞ്ചദേവനും വന്നു. അവരെ കണ്ട് കേശവൻ ചോദിച്ചു, നിങ്ങളെ കണ്ടതിൽ സന്തോഷം തന്നെ. എല്ലാവരും എൻ്റെ സമീപത്തേക്ക് വന്നോ അതോ മറ്റെവിടെയെങ്കിലും പോകുന്നോ? വിരിഞ്ചൻ പറഞ്ഞു, മാധവ, നിന്നെ കാണുവാനാണ് വന്നത്. കൈലാസത്തിലേക്ക് അങ്ങ് ഗരുഡോപരി
പോകുകയാണ്. അവിടുത്തോടൊപ്പം കൈലാസത്തിലേക്ക് ഞങ്ങൾക്കും വരുവാൻ ആഗ്രഹമുണ്ട്. അങ്ങയുടെ അനുവാദം മതി. ത്രിലോകപതികളായ നിങ്ങളെ ഒന്നിച്ചു കാണുന്നത് നയനോത്സവം ആണ്. ബ്രഹ്മദേവാദികളുടെ ഇംഗിതം മനസ്സിലാക്കിയ മാധവൻ മന്ദസ്മിതം തൂകി പറഞ്ഞു. കൈലാസനാഥൻ എല്ലാവർക്കും തുല്യനാണ്. താരതമഭാവം അദ്ദേഹത്തിനില്ല. ശക്തിയുടെയും സിദ്ധിയുടെയും കേന്ദ്രമാണത്. ഉറച്ച മനസ്സും ധൈര്യവും മനസ്സടക്കവുമുള്ളവർക്ക് മാത്രമേ കൈലാസത്തിലേക്ക് വരുവാൻ ആവുകയുള്ളൂ. അല്ലാത്തവർ ആരായാലും ദഹിച്ചു പോവും. കേശവന്റെ വാക്കുകൾ സ്വീകരിച്ച് ബ്രഹ്മാദിദേവകൾ അദ്ദേഹത്തോടൊപ്പം യാത്രയായി. കേശവനെയും ശിവനെയും ഒന്നിച്ചു കാണുക മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ത്രിമൂർത്തികളിൽ ഈ രണ്ടു പേരിൽ ആർക്കാണ് വൈഭവം ഏറെ എന്നറിയുവാനും ദേവകൾ ആഗ്രഹിച്ചു. പിശാചുരൂപികളും പ്രാകൃതന്മാരുമായിരുന്ന ഖണ്ഡൻ, കർണൻ തുടങ്ങിയ ശിവഭൂത ഗണങ്ങൾക്ക് കേശവൻ സുന്ദര രൂപം നൽകി അവരെ അനുഗ്രഹിച്ചു. എല്ലാവരും കൈലാസത്തിലെത്തി. വെൺമേഘങ്ങൾ വെൺകൊറ്റക്കുടയേന്തിയ മനോഹരമായ കൈലാസം മഞ്ഞിൽ പുതഞ്ഞ് അവർക്ക് ദൃശ്യമായി. ഒരു നിമിഷം മാത്രമേ ആ കാഴ്ച നിലനിന്നുള്ളൂ. വൈകുണ്ഠവും കൈലാസവും ഒന്നായി. അടുത്ത നിമിഷത്തിൽ അവിടെ ഗോലോകം തന്നെ വിടർന്നു. കേശവനിൽ ശിവൻ ലയിച്ചു ചേർന്നു. പീതാംബരധാരിയായി ഗോപാലൻ വിളങ്ങി. സുരഭിലങ്ങളായ കുസുമ സഞ്ചയങ്ങൾ വിടർന്നു. പരിമളഭരനായ മന്ദാനിലൻ വീശി. പക്ഷിജാലങ്ങൾ കളകൂചിത ഗാനങ്ങൾ മുഴക്കി. പാവനമായ ഗംഗ കല്ലോലരഹിതമായും മന്ദമായും ഒഴുകി. വിഷ്ണു പാർഷദന്മാരും ശിവപാർഷദന്മാരും ഭേദമില്ലാതെ കണ്ടു. മുരാന്തകന്റെയും പുരാന്തകന്റെയും ബന്ധമെന്തെന്ന് ദേവാദികൾ അറിഞ്ഞു. കരം കൂപ്പി പൂക്കളർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർ മടങ്ങി. മാധവൻ കൈലാസത്തിലെത്തിയ വിവരം ശിവൻ അറിഞ്ഞു. വൃന്ദാവന സുന്ദരന്റെ ആഗമനം അറിഞ്ഞ് ആഹ്ലാദചിത്തനായ രുദ്രൻ അദ്ദേഹത്തെ എതിരേൽക്കുവാൻ പാർവതീ സഹിതനായി എഴുന്നള്ളി. നാഗഭൂഷണനായി, മംഗലത്രിനേത്രനായി, ശാർദൂല ചർമ്മധാരിയായി, ഭസ്മലേപിതാംഗനമായി, ശൂലധാരിയായി, ഗണനാഥസ്കന്ധ നന്ദനന്മാരോടു കൂടിയവനായി, പുഞ്ചിരിക്കുന്ന ഹൈമവതിയുമൊത്ത് ശർവൻ ഗർവരഹിതനായി കേശവന്റെ സമീപം വന്നു. ഇന്ദുചൂടൻ ഇന്ദിരാപതിയെ ക്ഷണിച്ചു. ഗോലോകപതിയെ, അങ്ങയ്ക്ക് സ്വാഗതം. എൻ്റെ പുണ്യമാണ് അങ്ങയുടെ ഈ വരവിന് കാരണം. ഇങ്ങനെ പറഞ്ഞ് ശിവൻ മാധവനെ ഉപചരിച്ച് അകത്തേക്ക് കൂട്ടി പീഠം നൽകി ബഹുമാനിച്ചു. ശർവൻ വീണ്ടും പറഞ്ഞു, ഗോലോകനാഥ, ഭൂമണ്ഡലത്തിൽ അവതാര കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. കേശവ, വിശേഷവിധിയായി ഈ യാത്രയ്ക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? മാധവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചന്ദ്രചൂഡ പ്രഭോ, അങ്ങയ്ക്കറിയാത്തതോ കാര്യം? എങ്കിലും ഞാൻ പറയുകയാണ്. പുത്രലാഭത്തിനാണ് ഞാൻ അങ്ങയെ കാണുവാൻ ഇച്ഛിച്ചത്. കാമദേവ വംശജനാണ് എനിക്ക് മകനായി പിറക്കേണ്ടത്. അതാണ് കമലാസന വിധി. ദേവ, അങ്ങ് കാമദേവ ശത്രുവാണ്. അതുകൊണ്ട് വിധിപ്രകാരം ഒരു പുത്രനുണ്ടാകുന്നതിന് അനുഗ്രഹിക്കണം. ശിവൻ മധുരമായി പറഞ്ഞു, മാധവ, അങ്ങയ്ക്ക് ഒരു മകൻ പിറക്കുന്നതിന് എൻ്റെ അനുഗ്രഹം വേണമെന്നുള്ള കാര്യം കാലത്തിൻ്റെ സൂക്ഷ്മ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. മന്മഥൻ തന്നെയാണ് അങ്ങയുടെ മകനായി ജനിക്കേണ്ടത്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. കേശവൻ അനുഗ്രഹം വാങ്ങി ബദരികാശ്രമത്തിൽ വന്ന് പിന്നെയും ദിവസങ്ങൾ താമസിച്ചു. ഋഷിമാരുമൊത്ത് വേദങ്ങളെക്കുറിച്ച് സംസാരിച്ചു. മഹർഷിമാർക്ക് അനുഗ്രഹം നൽകി. കേശവൻ ദ്വാരകയിൽ മടങ്ങിയെത്തി. ഉത്സവമായിരുന്നു അന്ന് ദ്വാരകയ്ക്ക്. നഗരവാസികൾ കേശവനെ ചൊല്ലി പാട്ടുപാടി. ഗോപികമാരുടെ രൂപമെടുത്ത് യാദവർ നൃത്തം നടത്തി. കേശവനെ അവർ ആദരിച്ചു, അനുമോദിച്ചു. രാത്രിയിൽ കൃത്യബാഹുല്യത്തിൽ നിന്നും ഒഴിഞ്ഞ മാധവൻ രുക്മിണിയുടെ സവിധത്തിലെത്തി.
ഭർത്താവിനെ കാത്ത് കണ്ണു കഴച്ചിരിക്കുകയായിരുന്നു രുക്മിണി. ക്ഷമാപണത്തോടെ കേശവൻ പറഞ്ഞു, പ്രിയേ, ഇവിടെ വന്നിട്ടും നിന്നരികിലെത്തുവാൻ തെല്ലിട വൈകി. ക്ഷമിക്കുക. മഹാദേവൻ നിന്റെ അഭിലാഷ പൂർത്തീകരണത്തിന് അനുഗ്രഹം തന്നിട്ടുണ്ട്. സൗഖ്യമായി വസിച്ചാലും. രുക്മിണി പറഞ്ഞു, ദേവദേവ, അങ്ങേക്കും മഹാദേവന്റെ അനുഗ്രഹം വേണമോ ഒരു സന്താനം ലഭിക്കുവാൻ? എൻ്റെ സന്ദേഹമാണത്. ഈ വാക്കുകൾ അവിവേകമെങ്കിൽ പൊറുക്കുകയും വേണം. മാധവൻ ത്രികാലജ്ഞാനത്തിൻ്റെ ചിരി ചുണ്ടിൽ വിടർത്തി പറഞ്ഞു, പ്രിയേ, നിന്റെ സംശയം യോഗ്യം തന്നെയാണ്. പക്ഷേ നമുക്ക് പിറക്കേണ്ട സന്താനം മന്മഥൻ്റെ ജന്മാന്തരമാണ്. കാമനെ ശിവൻ ചുട്ടെരിച്ചല്ലോ. ഇനി അനങ്കൻ ഏതു രൂപത്തിൽ ജനിച്ചാലും ത്രിനേത്രാഗ്നിയിൽ അവൻ വെന്തുപോകും. ശർവൻ്റെ ഗർവിൻ്റെ നിറവ് അത്ര കഠിനമാണ്. അതുകൊണ്ടാണ് ശിവനെ കാണുവാൻ ഞാൻ പോയത്. ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. രുക്മിണി പറഞ്ഞു, പ്രഭോ, കാമനോട് ശിവന് ഇത്ര വിരോധം വരുവാൻ എന്താണ് കാരണം? കേശവൻ പറഞ്ഞു, അതൊരു പഴയ കഥയാണ്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസത്തെ വീഡിയോയിലൂടെ കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. താങ്ക് യു.